നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ദർശനം, വിവാഹം, ചോറൂൺ എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് ദേവസ്വം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും. ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കി എഴുതിയ വായനക്കാരെ ആകർഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണങ്ങൾ ശ്രദ്ധേയം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ദർശനം, വിവാഹം, ചോറൂൺ എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് ദേവസ്വം അറിയിച്ചു. രാവിലെ 8:50 ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ വന്നിറങ്ങും. ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തിയ ശേഷം 9 ക്ഷേത്രത്തിലേക്ക് പോകും. അരമണിക്കൂർ ദർശനം നടത്തി 9:50 മടങ്ങും. വിവാഹവും ചോറൂണും രാവിലെ 7 മുൻപോ 10 ശേഷമോ നടത്തണം. ഉപരാഷ്ട്രപതി എത്തുന്നതിന് 1 മണിക്കൂർ മുൻപും സന്ദർശനം കഴിയുന്നതുവരെയും ക്ഷേത്ര നടപ്പന്തലുകളിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നതിൽ നിയന്ത്രണം ഉണ്ടാകും. ശ്രീവത്സത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയായതിനാൽ തെക്കേ നടപ്പന്തലിലെ കടകൾ ആ സമയങ്ങളിൽ തുറക്കാൻ അനുവദിക്കില്ല. സുരക്ഷയുടെ ഭാഗമായി കണ്ടാണിശ്ശേരി പഞ്ചായത്ത്, ഗുരുവായൂർ നഗരസഭ എന്നീ പ്രദേശങ്ങളിൽ സ്വകാര്യ ഹെലികോപ്റ്റർ, ഡ്രോൺ, ഹാങ് ഗ്ലൈഡറുകൾ, ടോയ് പ്ലെയിൻ എന്നിവയുടെ ഉപയോഗം ജൂലൈ 7 രാവിലെ 8 മണി മുതൽ 10:30 വരെ നിരോധിച്ചതായി ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. തൊഴിയൂരിലെ മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്നലാംകുന്ന് അൽ അമീൻ റോഡിൽ വാഴപ്പിള്ളി വീട്ടിൽ 25 വയസ്സുള്ള നബീലിനെയാണ് ഗുരുവായൂർ സ്റ്റേഷൻ SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ജൂൺ 26 പുലർച്ചെ തൊഴിയൂർ മദ്രസയ്ക്ക് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന മലപ്പുറം സ്വദേശിയായ മദ്രസ അധ്യാപകന്റെ മൈക്കാണ് മോഷ്ടിച്ചത്. 45ഓളം CCTV ക്യാമറകളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ മഹേഷ്, ASI ബിബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണപ്രസാദ്, സിവിൽ പോലീസ് ഓഫീസർ ജോസ് പോൾ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും ഭരണസമിതിയുടെ ജനദ്രോഹ ദുർഭരണത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് മറ്റം സെന്ററിൽ നിന്ന് ആരംഭിച്ചു. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പ്രകടനം സമാപിച്ചതിനെ തുടർന്ന് നടന്ന ധർണ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രശ്നങ്ങൾ ഉന്നയിച്ചും പഞ്ചായത്തിന്റെ നിരുത്തരവാദപരമായ സമീപനത്തിനെതിരെ നിരവധി പ്രതിഷേധം BJP നടത്തിയെങ്കിലും അതിനൊന്നും ഒരു പരിഹാരവും ഭരണസമിതി ചെയ്തിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ BJP തയ്യാറാകുമെന്നും സബീഷ് പറഞ്ഞു. BJP കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് വടശ്ശേരി അധ്യക്ഷനായി. പാവർട്ടി മേഖലാ പ്രസിഡന്റ് M വിശ്വൻ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രവീൺ പറങ്ങനാട്ട്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സന്തോഷ് കോലാരി, നന്ദൻ കേച്ചേരി, സൗമ്യ സുഭാഷ് എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിനിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പഞ്ചായത്തിന് മുന്നിൽ ഗുരുവായൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ഉണ്ടായിരുന്നു. വേലൂർ പഞ്ചായത്ത് MCF പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷൈന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ്, മെമ്പർമാരായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ, ബിന്ദു ശർമ്മ, ആരിഫ സാബിർ, രേഷ്മ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ഉൾപ്പെടെ 43 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിൽ ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളത്ത് ജില്ലാ ബോധവൽക്കരണ റാലിയും ഫ്ളാഷ് മോബും ബോധവൽക്കരണ ക്ലാസും നടത്തി. ജവഹർ സ്ക്വയറിൽ കുന്നംകുളം ASI CV മധു ഫ്ളാഗ് ഓഫ് ചെയ്ത ബോധവൽക്കരണ റാലിയിൽ വിവിധ വിദ്യാലയങ്ങൾ പ്ലക്കാർഡും മുദ്രാഗീതങ്ങളുമായി അണിനിരന്നു. റാലി ടൗൺ ചുറ്റി ടൗൺ ഹാളിൽ സമാപിച്ചു. ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർമാരായ ജോസ് C. പോന്നോർ, സിസ്റ്റർ ജിസ്പ്രിയ,
ജില്ലാ കമ്മീഷണർമാരായ സുരേഷ്, ബീന പീറ്റർ, രാഹുൽ സി ചുങ്കത്ത്, സായൂജ്, സജു, സുന്ദരൻ, വിവിധ യൂണിറ്റ് ലീഡർമാർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ചിറമനങ്ങാട് കോൺകോർഡ് സ്കൂളിലെ ഗൈഡ് ക്യാപ്റ്റൻ മേരിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നഗരസഭാ ടൗൺഹാളിൽ നടന്ന ജില്ലാതല സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നും ഈ രാസലഹരി പദാർത്ഥങ്ങളും നാട്ടിലെത്തിച്ച് അത് വിറ്റ് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ചില പ്രത്യേക റാക്കറ്റുകൾ വഴി രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അവർ ലാഭമുണ്ടാക്കുമ്പോൾ ഒരു തലമുറയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്തും ലാഭമുണ്ടാക്കിയാൽ മതി എന്നൊരു പുതിയ കാഴ്ചപ്പാടുള്ള സമൂഹമാണ്. പണം ഉണ്ടായാൽ എല്ലാമായി എന്ന് കരുതുന്നത് മനുഷ്യജീവനെ വിറ്റ് കാശാക്കാനും അതെങ്ങനെ ലഹരി എന്ത് വൃത്തികെട്ട രീതിയിലായാലും അത് ചെയ്യണം എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത്. യോഗത്തിന് ഡിസ്ട്രിക്ട് ട്രെയിനിംഗ് കമ്മീഷണർ TC ശാന്ത അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ബിനോയ് ടി മോഹൻ സ്വാഗതവും അസോസിയേഷൻ കുന്നംകുളം ലോക്കൽ സെക്രട്ടറി ഷോബി മാത്യു നന്ദിയും പറഞ്ഞു. ജില്ലാ ട്രഷറർ ഡെന്നി ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ഷീജ ആന്റണി എന്നിവർ സംബന്ധിച്ചു. ശക്തമായ കാറ്റിൽ എരുമപ്പെട്ടി പഴവൂരിൽ മരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടിവീണു. 3 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. പഴവൂർ വീട്ടിൽ വിശ്വംഭരന്റെ വീട്ടുവളപ്പിൽ നിൽക്കുന്ന തേക്കുമരമാണ് പൊട്ടിവീണത്. ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് AICC അംഗം അനിൽ അക്കരെ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ സമയത്ത് തെറ്റായ പ്രസ്താവനകൾ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകി രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാക്കിയതുമൂലം യുവതി മരണപ്പെട്ട സംഭവത്തിൽ മന്ത്രി വീണയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് AICC അംഗം അനിൽ അക്കര ആവശ്യപ്പെട്ടു. ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃക എന്ന PR വർക്കിലൂടെ പ്രചരിപ്പിക്കുന്ന മന്ത്രിക്ക് ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ശസ്ത്രക്രിയ പോലും സമയത്തിന് നടത്തിക്കൊടുക്കാനാവാത്ത സംവിധാനമാക്കി മെഡിക്കൽ കോളേജുകളെ മാറ്റിയെന്നും അനിൽ ആരോപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറിമാരായ PK രാജൻ, സിജു പാവർട്ടി, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അപ്പു ആളൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, പ്രസാദ് വാഗ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ NA നൌഷാദ്, MM ഷംസുദ്ദീൻ, ജോയ് ചെറിയാൻ, മഹിളാ കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മീര ജോസ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ജോയ് ആന്റണി, AD സാജു, നേതാക്കളായ ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ, ജോസഫ് ബെന്നി, സുനിത രാജു, ധന്യ സിബിൽ, ഷമീറ ഖാദർമോൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, ബിജോയ് ബാബു, CK ബാബു, വിനോജ്, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൺസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കൈരളി ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കൈരളി ജംഗ്ഷനിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, അരവിന്ദൻ പല്ലത്ത്, CS സൂരജ്, ബാലൻ വാർനാട്ട്, ശൈലജാദേവൻ, ഷാജൻ തരങ്കിണി, രതീഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് പുനേർകുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. പരൂർപ്പടവ് കോൾ സമിതി മാഞ്ചിരപ്പാടത്ത് നടത്തിയ മത്സ്യവിത്ത് വിതരണ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഹാജിറ, പടവ് കമ്മിറ്റി പ്രസിഡന്റ് അബൂബക്കർ കുന്നംകാട്ടിൽ, സെക്രട്ടറി ജബ്ബാർ, പുനേർകുളം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ്, CPIM ലോക്കൽ സെക്രട്ടറി താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ഭൂതത്താൻകെട്ട് ഹാച്ചറയിൽ നിന്ന് കൊണ്ടുവന്ന കട്ല, രോഹു ഇനങ്ങളിൽപ്പെട്ട 3 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് ആദ്യഘട്ടം പടവിൽ ഇറക്കുന്നത്. അതേസമയം മീൻകുഞ്ഞുങ്ങളുടെ വലിപ്പം കുറഞ്ഞതിനാൽ കമ്മിറ്റി പടവിൽ നിക്ഷേപിക്കാതെ തിരിച്ചയച്ചു. കടലാക്രമണത്തിൽ വീടും വസ്തുവകകളും നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ മത്സ്യത്തൊഴിലാളികളെ താടിവെച്ച ഗുണ്ടകൾ എന്ന് അധിക്ഷേപിച്ച ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും നടത്തി. ബ്ലാങ്ങാട് ബീച്ചിൽ നടന്ന പരിപാടി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന ജനറൽ സെക്രട്ടറി KD വീരമണി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി C. മുസ്താഖ് അലി, H. ഷാജഹാൻ, തൃശൂർ ജില്ലാ ഭാരവാഹികളായ KK വേഡുരാജ്, നളിനാക്ഷൻ ഇരട്ടപ്പുഴ, CS രമണൻ, TM പരീത്, മാലിക്കുളം അബു, PK കബീർ എന്നിവർ സംസാരിച്ചു. ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കി എഴുതിയ വായനക്കാരെ ആകർഷിച്ച വ്യക്തിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിതത്തിലെ ലാളിത്യവും ഭാഷയിലും പ്രകടമാക്കിയപ്പോൾ ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാർ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ജൂലൈ 5 ബഷീർ ദിനം. ഓരോ എഴുത്തുകാർക്കും ഓരോ ശൈലിയുണ്ട്. ആ എഴുത്തിന്റെ രീതി തന്നെയാണ് എഴുത്തുകാരെ വ്യത്യസ്തരാക്കുന്നതും. ബഷീർ എന്ന എഴുത്തുകാരനെ വായനക്കാരുടെ പ്രിയപ്പെട്ടവനാക്കിയതും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷാശൈലിയായിരുന്നു. ഒറ്റനോട്ടത്തിൽ ഒരർത്ഥവുമില്ലാത്ത ലൊട്ടിലൊടുക്ക് വാക്കുകൾ ബഷീറിന്റെ കൈവെള്ളയിൽ കുറിച്ചപ്പോൾ ആ വാക്കുകളുടെ മേന്മയെന്തെന്ന് അതേ അർത്ഥത്തിൽ വായനക്കാർ ആസ്വദിച്ചു. സ്വന്തം ജീവിതാനുഭവങ്ങൾ പച്ച ഭാഷയിൽ എഴുതിയപ്പോൾ സാധാരണക്കാരന്റെ സാധാരണ എഴുത്തുകൾ വായനക്കാർ നെഞ്ചോട് ചേർത്തു. ഭാഷയിലെ സാഹിത്യവും വ്യാകരണവുമൊക്കെ പൊളിച്ച് അനുഭവിച്ച ദുരിതവും ദാരിദ്ര്യവും യാത്രകളും ജയിൽവാസവുമെല്ലാം അല്പം ബലിതത്തോടുകൂടി അവതരിപ്പിച്ചപ്പോൾ വായനക്കാരത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. മലയാള സാഹിത്യത്തിൽ തന്നെ ബഷീറിന്റെ മാത്രമായിരുന്ന പല പ്രയോഗങ്ങൾ കൂടി കടന്നു വന്നപ്പോൾ മലയാള ഭാഷയ്ക്ക് തന്നെ അത് വെളിച്ചമേകി. വായന ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പോലും വായനയോട് ആകർഷണം തോന്നാൻ ബഷീറിന്റെ രചനകൾ സഹായകരമായി. കുട്ടികളും മുതിർന്നവരെയുമെല്ലാം ഒരുപോലെ സ്വാധീനിക്കാൻ ബഷീറിന് സാധിച്ചു. ബാല്യകാല സഖി, ന്റെ ഉപ്പൂപ്പയ്ക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ തുടങ്ങി അദ്ദേഹം സമ്മാനിച്ച രചനകളും ഓരോ കഥാപാത്രങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുന്നവരാണ്. ഓരോ കഥാപാത്രത്തെയും മറക്കാനാവാത്ത വിധം വായനക്കാർക്കിടയിൽ പ്രതിഷ്ഠിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സവിശേഷത. വിശ്വസാഹിത്യകാരൻ എന്നു പറയുന്നത് വിശ്വത്തിന്റെ ഒരു മൂലയിലിരുന്ന് സാഹിത്യം എഴുതുന്നതാണെന്ന് അദ്ദേഹം ഒരിക്കൽ സ്വയം കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചിന്തയും എഴുത്തുമെല്ലാമാണ് ബഷീറിനെ വിശ്വസാഹിത്യത്തിലെ സുൽത്താനാക്കിയത്. ബഷീറിന്റെ ഭാഷാശൈലി വിവർത്തകരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാനാവാത്ത വിധം വ്യത്യസ്തമായിരുന്നു. മലയാള ഭാഷയ്ക്ക് പുതിയ ഭാവുകത്വം നൽകിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും വായനക്കാർക്കിടയിൽ വെളിച്ചമേകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ എഴുത്തുകാരനായി ശോഭിക്കുകയാണ്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബഷീർ അനുസ്മരണ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. വൈക്കം മുഹമ്മദ് ബഷീറിന് ജീവൻ നൽകി 4 വയസ്സുകാരന്റെ പ്രകടനം സമൂഹമാധ്യമങ്ങളിൽ വൈറലായി. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ജൂനിയർ KG വിദ്യാർത്ഥിയും പെരുമ്പിലാവ് അഴകൻ കണ്ടത്തിൽ നസീഹ് ഷഹരിയ ദമ്പതികളുടെ മകനുമായ ഹൈസാൻ സഹക്കാണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ ആസ്പദമാക്കി ബഷീർ കഥാപാത്രത്തിന് ജീവൻ നൽകിയത്. ബഷീർ അനുസ്മരണ ദിനം ഉദ്ഘാടനം നിർവഹിച്ച് പാത്തുമ്മയുടെ ആട് കേച്ചേരി അൽ-ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂളിൽ ബഷീർ കഥകളുടെ സുൽത്താൻ എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനമാണ് ആട് നിർവഹിച്ചത്. പാത്തുമ്മ നൽകിയ പ്ലാവിലതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച ആടിന്റെ സാന്നിധ്യം കൗതുകമായി. സ്കൂൾ ക്യാമ്പസിൽ പ്രത്യേകം തയ്യാറാക്കിയ പാത്തുമ്മയുടെ ആട് ദൃശ്യാവിഷ്കാര വേദിയിലാണ് ആട് വിശിഷ്ടാതിഥിയായി എത്തിയത്. ബഷീർ കൃതികളിലെ വിവിധ കഥാപാത്രങ്ങൾ അണിനിരന്ന പരിപാടിയിൽ പൂവൻപഴം, മതിലുകൾ, ബാല്യകാലസഖി, ന്റുപ്പൂപ്പക്കൊരാനയുണ്ടാർന്ന്, ഇമ്മിണി ബല്യ 1, പാത്തുമ്മയുടെ ആട് എന്നീ ബഷീർ കൃതികളുടെ ദൃശ്യാവിഷ്കാരം നടത്തി. ഇമ്മിണി ബല്യ ബഷീർ എന്ന പേരിൽ എക്സിബിഷൻ അരങ്ങേറി. മലയാള വിഭാഗം അധ്യാപകരായ രമണി P, ഷൈനി PC, ശോഭിത മോൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സുപ്രിയ സുബ്രഹ്മണ്യൻ, മാനേജർ സദറുദ്ദീൻ കാരക്കുന്ന് എന്നിവർ സംസാരിച്ചു. ബഷീർ അനുസ്മരണ ദിനത്തിൽ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ. 1965 ബഷീർ എഴുതിയ മതിലുകൾ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയകഥകളിലൊന്നാണ്. ശബ്ദം മാത്രം കേട്ട് പരസ്പരം സ്നേഹിക്കുന്ന ബഷീറിനെയും നാരായണിയെയും അരങ്ങത്ത് അവതരിപ്പിച്ചത് സ്കൂളിലെ അധ്യാപകരായ ജോൺസൺ മാസ്റ്ററും ജെസി ടീച്ചറുമായിരുന്നു. മലയാളം അധ്യാപിക ജാൻസി ഫ്രാൻസിസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സന്തോഷ് T. ഇമ്മട്ടി, പ്രധാനാധ്യാപികയുടെ ചുമതലയുള്ള MJ ജിൽസി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ KT ടോയ്സി, PR ഷെൽജി, സെബി തോമസ് K എന്നിവർ നേതൃത്വം നൽകി. ബഷീറിന്റെ മതിലുകളിലെ കഥാപാത്രങ്ങളായി അധ്യാപകർ അരങ്ങിലെത്തിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത്ഭുതവും ആഹ്ലാദവുമായി.
ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു പതാക ഉയർത്തി. ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് PR വാസു അധ്യക്ഷത വഹിച്ചു. സഹകരണ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിന്റെ സഹകരണ മേഖല മുന്നോട്ട് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ഇടുക്കി സീനിയർ ഓഡിറ്റർ UM ഷാജി വിഷയം അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ VP വിൻസെന്റ് സ്വാഗതവും PI സജിത നന്ദിയും പറഞ്ഞു. യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് M മണിശങ്കർ, KN രാമചന്ദ്രൻ, KK ജിനേന്ദ്രബാബു, T ശ്രീകുമാർ വാഗ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കൃഷിഭവൻ അങ്കണത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PT ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ KT ബാലകൃഷ്ണൻ, TP പ്രജീഷ്, PS സന്ദീപ്, NS ജിഷ്ണു, നാൻസി ആന്റണി, മാഗി ജോൺസൺ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, കൃഷി ഓഫീസർ ഭുവന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുനാദേവി എന്നിവർ സംസാരിച്ചു. കർഷകർക്കാവശ്യമായ ലോൺ സൗകര്യങ്ങൾ ലളിതമായ രീതിയിൽ എങ്ങനെ ലഭിക്കുമെന്നതിനെക്കുറിച്ച് ചൂണ്ടൽ ഗ്രാമീണ ബാങ്ക് മാനേജർ ശുഭ ക്ലാസ് എടുത്തു. ഫിനാൻസ് ലിറ്റർജി സെന്റർ അസിസ്റ്റന്റ് ലിസ ബാങ്കിംഗ് മേഖലയിലെ വിവിധ പദ്ധതികളെ പരിചയപ്പെടുത്തി. ഞാറ്റുവേല ചന്തയിൽ വിവിധതരം നടീൽ വസ്തുക്കൾ, അലങ്കാര സസ്യങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ മുതലായവ മിതമായ നിരക്കിൽ ലഭ്യമാക്കിയിരുന്നു. ഞാറ്റുവേല ചന്തയിൽ ചൂണ്ടൽ കൃഷിഭവൻ ആഴ്ചച്ചന്തയുടെയും ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെയും ചൊവ്വന്നൂർ കാർഷിക സേവന സംഘത്തിന്റെയും സേവനവും ഉണ്ടായിരുന്നു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സിവിൽ സർവീസ് ഫോറം ആരംഭിച്ചു. മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം നിർവഹിച്ചു. IAS ഫാക്ടറിന്റെ സ്ഥാപകനും ഡയറക്ടറുമായ അർജുൻ R ശങ്കർ മുഖ്യാതിഥിയായി. തുടർന്ന് നടന്ന ഓറിയന്റേഷൻ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷകളുടെ സാധ്യതകൾ, പ്രാധാന്യം എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്നതിനും പ്രയത്നശീലരാകുന്നതിനുമായി വിദ്യാർത്ഥികൾക്ക് നിരവധി പ്രായോഗിക ഉപദേശങ്ങളും അദ്ദേഹം നൽകി. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, ദേവപ്രിയ, ഷീജ, വിനി വിൽസൺ എന്നിവർ സംസാരിച്ചു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ലഹരി വിരുദ്ധ സന്ദേശ വാഹനയാത്ര ഞായറാഴ്ച കുന്നംകുളം ഭദ്രാസനത്തിലെത്തും. രാവിലെ ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസിന്റെ അധ്യക്ഷതയിൽ ബോധവൽക്കരണ പരിപാടി നടക്കും. തുടർന്ന് ആർത്താറ്റ് ദേവാലയത്തിൽ നിന്ന് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് വാഹന റാലി ഉണ്ടാകും. യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സമ്മേളനം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ലഹരി വിരുദ്ധ സന്ദേശം നൽകും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, മദ്യവർജന സമിതി കുന്നംകുളം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ സക്കറിയ കൊള്ളന്നൂർ എന്നിവർ സംസാരിക്കും. യുവജന പ്രസ്ഥാനം ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി, ജനറൽ സെക്രട്ടറി GOK വിൽസൺ, ജോയിന്റ് സെക്രട്ടറി ജിഹിൻ ജേക്കബ്, ട്രഷറർ നോബിൻ CJ, ഭദ്രാസന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ലഹരി വിരുദ്ധ സന്ദേശ യാത്ര കുന്നംകുളം ഭദ്രാസനത്തിൽ ജൂലൈ മാസം 6-ാം തീയതി രാവിലെ എത്തിച്ചേരുന്നു. അന്ന് യാത്രയിൽ പങ്കെടുക്കുന്നവർ നമ്മുടെ ആർത്താറ്റ് സെൻറ് മേരീസ് കത്തീഡ്രൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും തുടർന്ന് അവിടെ ഒരു സമ്മേളനവും, അവിടെ നിന്ന് നമ്മുടെ ഭദ്രാസനത്തിലെ എല്ലാ ഇടവകളിൽ നിന്നും എത്തിച്ചേരുന്ന യുവാക്കൾ ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ കൊടികളും ലഹരി വിരുദ്ധ സന്ദേശ പ്ലേക്കാർഡുകളും പിടിച്ചുകൊണ്ട് കുന്നംകുളം അരമന വഴി കുന്നംകുളം ടൗണിൽ എത്തിച്ചേരുകയും അവിടെ വെച്ച് ഒരു സമ്മേളനം നടത്തുകയും ചെയ്യുന്നു. ഈ കാര്യത്തിന് എല്ലാ ഒരുക്കങ്ങളും നടത്തുവാൻ ഭദ്രാസന യുവജന പ്രസ്ഥാന നേതൃത്വത്തെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ലൈഫ് ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് EK നായനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റിനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് വേണു, PK ആസീസ്, TO ജോയ്, ശരത് രാമനുണ്ണി, രമാ ബാബു, ഷീബ ചന്ദ്രൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ ബൈജു വിൻസൻ, വിവേക് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു.
ലൈഫ് പദ്ധതിയിൽ 180 ഗുണഭോക്താക്കളുള്ള പട്ടികയാണ് പഞ്ചായത്തിലുള്ളത്. ഇതിൽ 88 പേരാണ് എഗ്രിമെന്റ് വെച്ച് ഭവന നിർമ്മാണം ആരംഭിച്ചത്. എഴുത്തിന്റെയും സിനിമയുടെയും യാത്രയുടെയും സാമ്രാജ്യത്തിൽ ശില്പഘടനാ മാന്ത്രികത കൊണ്ട് വിസ്മയകരമായ അർത്ഥതൽപ്പങ്ങൾ നെയ്തെടുത്ത ചിന്തരവി ഓർമ്മയായിട്ട് 14 വർഷം. ജീവിത ദർശനത്തോടൊപ്പം സവിശേഷമായ ഭാഷാശൈലി സമ്മാനിച്ച വ്യത്യസ്ത തലങ്ങളിലൂടെ ഒഴുകിയ പ്രതിഭയായിരുന്നു ചിന്തരവി. എഴുത്ത്, സിനിമ, ചലച്ചിത്ര നിരൂപണം, യാത്ര തുടങ്ങി വ്യത്യസ്ത മേഖലകളിലെ സൂക്ഷ്മതലങ്ങളിലൂടെ സ്വന്തം അടയാളങ്ങൾ തീർത്ത പ്രതിഭയാണ് ചിന്തരവി എന്ന കെ. രവീന്ദ്രൻ. പദങ്ങളുടെ സവിശേഷമായ ചേരുവയാണ് രവീന്ദ്രന്റെ രചനകളിൽ കാണുക. സംസ്കൃതവും മലയാളവും സർഗാത്മകമായി കൂടിച്ചേരുന്ന മുഹൂർത്തങ്ങൾ സംഗമിക്കുന്ന എഴുത്ത്. അകലങ്ങളിലെ മനുഷ്യർ, മെഡിറ്ററേനിയൻ വേനൽ, സ്വിസ് സ്കെച്ചുകൾ, ബുദ്ധപദം എന്നീ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഭാഷയുടെ ചാരുത മാത്രം മതി ചിന്തരവിയുടെ എഴുത്തുശൈലി അറിയാൻ. സമസ്ത പദങ്ങളും ചെറിയ വാക്യങ്ങളുമെല്ലാം സമ്മിശ്രമായി കടന്നുവരുന്ന ഭാഷയിലൂടെ മലയാളത്തിന് പുതിയൊരു മുഖം നൽകാൻ കഴിഞ്ഞതാണ് രവീന്ദ്രന്റെ ശ്രേഷ്ഠത. എഴുത്തിലെന്നതുപോലെ ജീവിതത്തിലും വ്യത്യസ്തനായിരുന്നു ചിന്തരവി. ജീവന്റെ നാഭിയിൽ സഞ്ചാരത്തിന്റെ മുദ്രകൾ പതിഞ്ഞ യാത്രികനെന്ന് രവീന്ദ്രനെ വിശേഷിപ്പിക്കാം. നിറക്കാഴ്ചകളുടെ അപ്പുറത്തുള്ള നിറം മങ്ങിയ ജീവിതാനുഭവങ്ങളുടെ പൊരുളുകൾ തെരഞ്ഞ് യാത്ര ചെയ്ത ഈ സഞ്ചാരി നമ്മുടെ സംസ്കാരത്തിന്റെ ചക്രവാളങ്ങളെ ഏറെ വിസ്തൃതമാക്കി. അകലങ്ങളിലെ മനുഷ്യർ, സ്വിസ് സ്കെച്ചുകൾ, മെഡിറ്ററേനിയൻ വേനൽ, ബുദ്ധപദം, എന്റെ കേരളം, ശീതകാല യാത്രകൾ എന്നീ യാത്രാ വിവരണങ്ങൾ ഇതിന്റെ സാക്ഷ്യപത്രങ്ങളാണ്. 70കൾ മുതലുള്ള അർത്ഥവത്തായ എല്ലാ സാംസ്കാരിക അന്വേഷണങ്ങൾക്കും പിന്നിൽ ചാലകശക്തിയായി രവീന്ദ്ര സാന്നിധ്യമുണ്ടായിരുന്നു. ഹരിജൻ, ഇനിയും മരിച്ചിട്ടില്ലാത്ത നമ്മൾ, ഒരേ തൂവൽ പക്ഷികൾ എന്നിവയാണ് രവീന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമകൾ. അദ്ദേഹത്തിന്റെ യാത്രയുടെയും ചിന്തകളുടെയും അന്വേഷണങ്ങളുടെയും തുടർച്ച തന്നെയായിരുന്നു ഈ സിനിമകൾ. ജനപദങ്ങളിലൂടെ, നാഗരികതയുടെ ആഴക്കാഴ്ചകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. സ്വന്തം കഴിവുകളും പ്രതിഭയും ഉയർത്തിപ്പിടിക്കാതെ മറ്റുള്ളവരെ തുല്യരായും ഉയർന്നവരായും കണ്ട് ചിന്തകളുടെ, അറിവിന്റെ മടുപ്പിക്കാത്ത എഴുത്തുകൾ സമ്മാനിച്ച് മടക്കമില്ലാത്ത യാത്രയിലേക്ക് അദ്ദേഹം നടന്നകന്നു. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മയുടെ അധ്യക്ഷതയിൽ ചിറക്കൽ അറഫ പാലസിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഈ വർഷം അങ്കണവാടിയിൽ നിന്ന് വിരമിച്ച അധ്യാപകരായ CK സുജാത, സരോജിനി, ഹെൽപ്പർ വള്ളിയമ്മു എന്നിവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. വിവിധ വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂൾ പീപ്പിൾ ലീഡർ, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡർ, ഹൌസ് ക്യാപ്റ്റൻസ് എന്നിവരുടെ സ്ഥാനാരോഹണം നടന്നു. സ്കൂൾ പീപ്പിൾ ലീഡറായി നേഹ ഷിഫീഖും അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡറായി ഹനാഷ് നൌഫലും സ്ഥാനമേറ്റു. എമറാൾഡ്, റൂബി, സഫയർ, ടോപ്പാസ് എന്നീ ഹൌസുകളുടെ ക്യാപ്റ്റന്മാരായി MK അതുൽ കൃഷ്ണ, CP ദക്ഷിണ, അഞ്ജലി മേനോൻ, അർജുൻ S കുമാർ എന്നിവരും വൈസ് ക്യാപ്റ്റന്മാരായി PS നിധി, ഗൗതം കൃഷ്ണ, മുഹമ്മദ് ആർഷ്, K നിവേദിത എന്നീ വിദ്യാർത്ഥികളും ചുമതലയേറ്റു. പ്രിൻസിപ്പൽ ഷേബ ജോർജ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥി പ്രതിനിധികൾ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സ്കൂൾ പതാക ലീഡേഴ്സിന് കൈമാറി. പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നീ വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയ ബാഡ്ജുകൾ, സാഷകൾ എന്നിവ അണിയിച്ചു. ഹൌസ് ഇൻചാർജ് ടീച്ചേഴ്സായ TC മഞ്ജുഷ, നിത്യ K കുമാർ, നിബ മനു, MC അശ്വതി എന്നിവർ ഹൌസ് ക്യാപ്റ്റന്മാരെ സാക്ഷകൾ അണിയിച്ചു. അധ്യാപകരായ സനൂപ് സാമുവൽ, PD ഷാൻഡി എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ വുമൺസ് കോളേജിൽ NCCയും NSSും ചേർന്ന് നടത്തുന്ന മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. കുന്നംകുളം റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർ സോന ഉണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ് അധ്യക്ഷത വഹിച്ചു. AQAC കോർഡിനേറ്റർ ജൂബി ജോയ്സി അനുമോദന പ്രസംഗം നടത്തി. NCC കേഡറ്റുകളും NSS വോളണ്ടിയർമാരും സംയുക്തമായി നടത്തിയ സംഗീത നാടകം വേറിട്ട അനുഭവമായി. അൻസാർ വുമൺസ് കോളേജിലെ അറേന തിയേറ്റർ ക്ലബ് അംഗങ്ങൾ സ്കിറ്റ് അവതരിപ്പിച്ചു. കോളേജ് IQAC കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി, കോളേജ് ചെയർപേഴ്സൺ അമീന ഷാജി, NCC പ്രോഗ്രാം ഓഫീസർ രജിത, NSS കോർഡിനേറ്റർ അനീഷ VA എന്നിവർ സംബന്ധിച്ചു.
പെരിങ്ങണ്ടൂർ ADUPSൽ ലഹരിവിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ നടത്തി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക KN സതീദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ KN ജ്യോതി, നിഷ എന്നിവർ സംസാരിച്ചു. സെമിനാറിനു ശേഷം വിദ്യാർത്ഥികൾ പേനയും പുസ്തകവും ഉയർത്തിപ്പിടിച്ച് എഴുത്തും വായനയും ശീലമാക്കി ലഹരി തടയുമെന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളായ ശ്രീനന്ദ, അമൃത, ബാലൻ എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ 107ാം ജന്മദിനം ആഘോഷിച്ചു. വിവിധയിടങ്ങളിലായി നടന്ന ദിനാഘോഷങ്ങളുടെ വിശദാംശങ്ങളിലേക്ക്. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലിയുടെ അധ്യക്ഷതയിൽ VK മുഹമ്മദ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, സാംസൺ പുലിക്കോട്ടിൽ, സോണി സക്കറിയ, ബിജു ജോബ്, സാംസൺ വാഴപ്പള്ളി, സുബ്രു ഐനൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവർട്ടി സെന്ററിൽ നടന്ന അനുസ്മരണ സദസ്സ് DCC സെക്രട്ടറി സിജു പാവർട്ടി ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ AT സ്റ്റീഫൻ, OJ ഷാജൻ, ജോയ് ആന്റണി, ജെയ്സൺ ചാക്കോ, KP വിവേകൻ, മീര ജോസ്, BV ജോയ്, പ്രസാദ് വാഗ, സുനിത രാജു, ബെന്നി ജോസഫ്, TK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തമ്പുരാൻപടി കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ആൻഡോ തോമസിന്റെ അധ്യക്ഷതയിൽ സേവാദൾ ജില്ലാ സെക്രട്ടറി VM അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. ജലീൽ പൂക്കോട്, TA ഷാജി, സാബു ചവലൂർ, AS ശ്രീനിവാസൻ, ബഷീർ പൂക്കോട്, VK വിമൽ, ജോൺസൺ ചവലൂർ, റാബിയ ജലീൽ എന്നിവർ സംസാരിച്ചു. കൗൺസിലർ ജീഷ്മ സുജിത് സ്വാഗതവും P. സത്താർ നന്ദിയും പറഞ്ഞു. K. കരുണാകരൻ ഫൗണ്ടേഷൻ പൊന്നയൂരിന്റെ നേതൃത്വത്തിൽ മന്നലാങ്കുന്ന് കരുണാഭവനിൽ നടന്ന ചടങ്ങ് DCC സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. K. കരുണാകരൻ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ വള്ളത്ത് അധ്യക്ഷത വഹിച്ചു. പൊന്നിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. UAE ഇൻകാസ് സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ കറുത്താക്ക, കമ്മിറ്റി ഭാരവാഹികളായ ബിദേശ് വലിയകത്ത്, ബിജേഷ് വലിയകത്ത്, നോബി പടിഞ്ഞാപ്പുറത്ത്, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസുഫ് തണ്ണിതുറക്കൽ, താച്ചു കരിയാടൻ എന്നിവർ സംസാരിച്ചു. നിസാർ കിഴക്കൂട്ട്, ആലി കാർത്ത, അലി, നവാസ് ബാബുട്ടി, MM അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ മധുരം വിതരണം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും സംഘടിപ്പിച്ചു. മുക്കലപ്പിടിക സെന്ററിൽ നടത്തിയ സദസ്സ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VK ഫസലുല്ലി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അജയകുമാർ വൈലേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ഹസൻ തെക്കേപ്പാട്ടയിൽ, ശ്രീധരൻ മാക്കാലിക്കൽ, അഷ്റഫ് തറയിൽ, തെക്കുമുറി കുഞ്ഞുമുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അജ്മൽ വൈലത്തൂർ, അഖിൽ കാഞ്ഞങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കാൽപ്പനികതയുടെയും കരവിരുതിന്റെയും കയ്യൊപ്പ് ചാർത്തുന്ന ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ചാവക്കാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. 9 നവവധുമാർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് +2-ൽ ഉന്നത വിജയം നേടിയ 20ഓളം കുട്ടികളെ അനുമോദിച്ചു. ഷോറൂം ഹെഡ് അരുൺദാസ്, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് റസാഖ്, സീനിയർ സെയിൽസ് മാനേജർ ഷൈജിത്ത്, മാർക്കറ്റിംഗ് മാനേജർ സുരേഷ് കുമാർ, ഇൻവെസ്റ്റർമാരായ KK അഷ്റഫ്, R. അബു എന്നിവർ പങ്കെടുത്തു. ജൂലൈ 4 മുതൽ 7 വരെയാണ് ആർട്ടിസ്ട്രി ഷോ നടക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 116 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്രത്തിൽ ദർശനം, വിവാഹം, ചോറൂൺ എന്നിവയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് ദേവസ്വം. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ഇരമ്പുന്നു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും.
ലളിതവും സ്വതസിദ്ധവുമായ ശൈലിയിൽ സ്വന്തം അനുഭവങ്ങൾ കാച്ചിക്കുറുക്കിയെഴുതി വായനക്കാരെ ആകർഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ദിനാചരണങ്ങൾ ശ്രദ്ധേയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.